ഗോപൻ സ്വാമി ബോക്സ്ഡ് അൺബോക്സ്ഡ് എഗെയിൻ ബോക്സ്ഡ്. സംഗതി ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എഗെയിൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയ സമയത്ത് മീഡിയനെ വരുന്നു, അഡ്രസ്സ് ചെയ്യുന്നു, അവരവരുടെ വിഷയങ്ങൾ വീണ്ടും പറയുന്നു. എന്തിനാണ് ഇതിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എത്രയും പെട്ടെന്ന് മീഡിയയുടെ കണ്ണിൽ നിന്ന് ഓടി മാറി പോവുക എന്നുള്ളതാണ് ഈ ഫാമിലി ചെയ്യേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ കൂടെ നിൽക്കുന്നവരും ഇവർ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഒപ്പം കൂട്ടിയവരൊക്കെ ഇവരെ വീണ്ടും വീണ്ടും മീഡിയയിൽ മുന്നിൽ കൊണ്ടുവന്നിടുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആകെ പരുക്ക്. നെയ്യാറ്റിൻകര ഗോപൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മൂക്കിലും മുഖത്തും തലയിലുമുള്ള ചതവ് മരണകാരണമല്ല. ശരീരത്തിൽ പലയിടത്തും ചതവുകൾ. ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ആകെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് ന്യൂസുകാർ ഇത് ഇങ്ങനെയും കൊടുത്തിട്ടുള്ളത്. വീട്ടുകാർ വന്നിരുന്ന് സംസാരിക്കുമ്പം ഇതൊരു കൺഫ്യൂസിങ് രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഈ കാണുന്ന പരിക്കുകളൊന്നും മരണകാരണമല്ല എന്നുള്ള രീതിയിലാണ്. ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കി ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ രാസപരിശോധനയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന ഒരു ന്യൂസ്. നമുക്ക് ആദ്യം ഇവരുടെ ഈ ഒരു ന്യൂസുകാരെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകേൾവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പോൾ പറയുന്നത്. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. 2019 ഇതൊരു ട്രസ്റ്റായിരുന്നു. ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം, ആ കെട്ടിടം ഇതും കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൽ 2019 തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാം. ഓൾറെഡി ഈ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെയിമിങ് വരുന്നൊരു കാര്യം ഇവരിതെങ്ങനെ ബിസിനസ് ആക്കാൻ നോക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടാമതും വന്ന് സ്റ്റാമ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ വ്യക്തികളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്തിനാണ് ഇനി ഇത് വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഈ ട്രസ്റ്റ് ഉണ്ടാക്കി ഗോപൻ സ്വാമി വിൽക്കാൻ പാടില്ല, ലോൺ എടുക്കാൻ പാടില്ല, ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി, ക്ഷേത്രം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ചുറ്റുവട്ടത്തിലുള്ള നാട്ടുകാരെ തന്നെ പല പ്രാവശ്യമായിട്ട് മീഡിയന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും കയ്യിൽ നിന്ന് മറ്റേ റെസീറ്റ് എഴുതി പൈസ പിരിച്ചിട്ടൊക്കെയാണ് ഇയാൾ ഈ അമ്പലവും, പലരും വിട്ടുകൊടുത്ത ഭൂമിയാണ് ആ അമ്പലം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു സംഗതി ഇയാൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനി കൈമാറ്റം ചെയ്യാൻ പാടില്ല, ലോൺ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ആവശ്യം എന്തായിരുന്നു ഗോപൻ സ്വാമിയുടെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് മക്കളിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ മക്കൾ ഇത് വെച്ചിട്ട് ബിസിനസ് ആക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ മക്കളുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യം. വീണ്ടും ഇത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ഞങ്ങളിങ്ങനെയല്ല, ഞങ്ങൾ പശുവിനെ നോക്കിയിട്ടും പശുവിനെ വളർത്തിയിട്ടും ജീവിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, സുരേഷ് ഗോപി 2 പശുവിനെ തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റാണിത്. അതില് വായ്പ പോലും എടുക്കരുത്, കൈമാറ്റം ചെയ്യരുത്, ഒരു വ്യത്യാസപ്പെടുത്തരുത്, ഭക്തി മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് പണ്ടത്തെ പോലെ ഒരു 2 പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും. ഭക്തി മാർഗത്തിലേക്ക് ഗോപസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങളുണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ
ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എനിക്ക് എന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തോമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എന്റെ ഭർത്താവായിട്ട് എന്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ഇതാണ് ആ ഒരു അമ്മയുടെയും മകന്റെയും ഇമോഷൻ. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഭക്തി ബിസിനസ് ആക്കുന്ന ഒരു പ്രവൃത്തി കാലാകാലങ്ങളായിട്ട് എത്രയോ പേര് ചെയ്യുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞ ബിസിനസ് തന്നെ ഒരു മാറ്റവും അതിനകത്തില്ല. ഉറപ്പാണ് നാളുകളിൽ ഇവരുടെ ഈ ബിസിനസ് വളരും, ഇതിൽ നിന്ന് അവർക്ക് വരുമാനം വരും, ഈ വീടും സാരിയും സെറ്റപ്പൊക്കെ മാറും എന്നുള്ളതൊക്കെ വളരെ എവിഡൻ്റ് ആണ്. കാരണം നമ്മളെ കണ്ടിന് മുന്നേ തന്നെ നമ്മൾ എത്രയോ ലിവിങ് എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട് ഭക്തി വിറ്റ് ജീവിക്കുന്ന ആളുകളെ. അപ്പോൾ ഇവർ ആക്ച്വലി ഈ വസ്തു, ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വഴി പോലും ഇല്ലാതെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വഴി പോലും കിട്ടരുത്, വഴി വിട്ടു കൊടുക്കരുത്. അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ അമ്പലം ഉണ്ടാക്കിയ സ്ഥലവും സ്വത്തും വസ്തുവും ഒക്കെ അവരുടെ കയ്യിൽ തന്നെ നിൽക്കണം. അത് ഭക്തിയിൽ പൊതിഞ്ഞ് അങ്ങനെ പേടിപ്പിച്ച് വെക്കുക എന്നുള്ളൊരു പരിപാടിയല്ല. ട്രസ്റ്റ് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. എന്നാലും നാട്ടുകാർ ഒരു അമ്പലം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിനെ എതിർത്തില്ല. ഇപ്പം നാട്ടുകാർക്ക് തന്നെ എന്തായി, പണിയായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ അച്ഛൻ സമാധി നാളെ അമ്മ സമാധിയും കൂടി അവിടെ വരും. എന്താണെങ്കിലും അറിയാം, അവരുടെ ബിൽഡപ്പ് അതിലേക്കാണ് പോകുന്നത്. അവർ ഓൾറെഡി അച്ഛൻ്റെ കൂടെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. മരുത്തുവമ്മലയിൽ പോയി ശിവലിംഗമുള്ള സ്ഥലത്ത് ധ്യാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ സമാധി നാളെ അമ്മയ്ക്കും പകർന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ നാളെ ഇനി അവിടെ ഇനി ഒരു സമാധിയും കൂടി വരും. ഉറപ്പാണ് ഈ മക്കള് അമ്മയ്ക്ക് ഒരു സമാധി എന്താണെങ്കിലും അവിടെ വരും. കാരണം ഈ അമ്മ സംസാരിക്കുമ്പോഴൊക്കെ ആ സമാധിന്റെ ബിൽഡപ്പിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്, ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം, ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish powdery particles, phosphum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു. ആ സമാധിയാണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഇവർ ഈ വായിച്ച ലൈനുണ്ട്, ഇത് സമാധി എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വായിച്ച ഈ ലൈന് ഞാനിവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെക്കാം. അതിൽ ഇതുണ്ട്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം, ദ പോർഷൻ ഓഫ് ദ ബോഡി കംപ്രസിംഗ് ഓഫ് ഹെഡ്, നെക്ക്, ചെസ്റ്റ്, അപ്പർ പാർട്ട് ഓഫ് അബ്ഡമൻ ആൻഡ് ബോത്ത് ആംസ് അപ് ടു എൽബോ ഇൻ upright posture was seen above dune of greyish powdery particles, basmum, and white crystalline particles having camphor-like smell. Grey powder materials was seen firmly adherent on the exposed part of the head, including face and neck. On clearing the surrounding, the body appeared to be a cross-legged sitting position, restrained with a saffron-colored solid ക്ലോത്ത്. അവിടെയാണ്
അത് കഴിഞ്ഞിട്ടുള്ള അങ്ങേര് വായിച്ചിട്ടില്ല. വൈറ്റ് ഓഫ് വൈറ്റ് കളേർഡ് ബോർഡർ ഓൺ ദിയർ സൈഡ് ആൻഡ് മെഷറിംഗ് 180 into 147 centimeter with 2 simple knot on the front aspect having free ends 11 centimeter and 10 centimeter. Chest and upper limbs were also seen wrapped tightly with another similar cloth measuring 200 into 147 centimeter having a simple knot on the front aspect in the middle of the chest, free ends 39 centimeter and 10 centimeter എന്ന് കൃത്യമായിട്ട്, അതായത് ഈ ബോഡി ഇപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് സമാധി പോയിരുന്നു, ഈ മക്കൾ പറയുന്ന പോലെ പോയിരുന്നു, ഒന്ന് ഇങ്ങേർക്ക് വയ്യ. ഓക്കെ, ഇങ്ങേര് വയ്യാതെ കിടന്നൊരു മനുഷ്യൻ, അതായത് ബെഡിൽ കിടപ്പ്, അതാണ് നാട്ടുകാർ പറയുന്നതും ബാക്കി എന്താ പറയുക കൂട്ടക്കാരും കുടുംബക്കാരും പറയുന്നത്. ഇവർ പറയുന്നത് നടന്നുപോയി. ഈ നടന്നുപോയി എന്ന് പറഞ്ഞതിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ അമ്മ പറയുന്നത് കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണ് ചെറിയ സീനുള്ളത് കൊണ്ട് മകൻ കൈ പിടിച്ച് പലപ്പോഴും കയറ്റോ ഇറക്കമൊക്കെ നടത്തി കൊണ്ടുപോകാറൊക്കെയാണെന്ന് പറയാറ്. ഒരുപാട് മരുന്ന് കഴിക്കുന്ന ധാരാളം പറയുന്നു. ഇന്നലെ കൊടുത്ത പത്രസമ്മേളനത്തിൽ പറയുന്നു ഭയങ്കര ആരോഗ്യമുള്ള വ്യക്തിയാണ്, ഒരു സീനും ഇങ്ങേരിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ. അതിൻ്റെ ക്ലിപ്പ് കൂടി ഞാൻ ഇപ്പോൾ വെക്കാം. പക്ഷെ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ ഈ പറയുന്ന പോലെ മറ്റേ ഓക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇരുന്നു എന്നുള്ളൊരു സംഗതി വരുന്നുണ്ടല്ലോ. പക്ഷേ ഇതിൽ ഇയാൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോൾ ഈ ക്ലോത്തിൻ്റെ ഭാഗം കൃത്യമായിട്ട് അവിടെ വിഴുങ്ങിയിട്ടാണ് ഈ സാധനം വായിച്ചിട്ടുള്ളത്. ക്ലോത്തിൻ്റെ ഭാഗം വായിച്ചിട്ടില്ല. സമാധിയായി പോയിരുന്നു, സമാധി ഇരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇരിക്കുന്ന പൊസിഷൻ, പോസ്റ്റർ ഇങ്ങനെയാണ്, കൈ കെട്ടി കാല് കെട്ടി ചമ്രം പടിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയാളെ ഈ കൈയും കാലും കയറുകൊണ്ട് തന്നെ കെട്ടണമെന്നില്ല. ഈ ടൈറ്റായിട്ട് ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ടൈറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ മേത്ത് ക്ലോത്ത്, സോളിഡ് ക്ലോത്ത് വെച്ചിട്ട് ഓഫ് വൈറ്റ് കളർ ബോർഡറുള്ള സാഫ്രോൺ കളറുള്ള ക്ലോത്ത് വെച്ച് വളരെ ടൈറ്റായിട്ട് മുകളിലും അടിയിലും കെട്ടിയിട്ട് ഫ്രണ്ടിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് ആ പൊസിഷനിൽ ഇരുത്താൻ വേണ്ടി തുണി ഇങ്ങനെ ചുറ്റിയിട്ട് ഫ്രണ്ടിലും താഴെയും തുണി ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. കൈയും കാലും കെട്ടേണ്ട ആവശ്യമില്ല. ആ പൊസിഷനിലേക്ക് ഇരുന്നിട്ടോ ഇരുത്തിയിട്ടോ ഇങ്ങനെ തുണി കെട്ടി വെച്ചാലും മതി ടൈറ്റായിട്ട്. മനസ്സിലായി? അല്ലാതെ ഗോപൻ സ്വാമി തന്നെ ഫുള്ള് തുണിയും ടൈറ്റായിട്ട് ചുറ്റിയിട്ട് അവിടെ പോയിരിക്കില്ലല്ലോ. ഇരുന്നതിന് ശേഷം ബോഡി ഇങ്ങനെ വിടരാതിരിക്കാനും ബോഡി വരാതിരിക്കാനും വേണ്ടിയിട്ട് ടൈറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം മരിച്ചു കിടക്കുന്ന ഒരാളുടെ കൈയും കാലും നമ്മളൊരു ചെറിയ നൂലും കഷ്ണം വെച്ച് കെട്ടുമല്ലോ, അതുപോലെ തന്നെ ഇരുന്ന ഇരുത്തത്തിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടി ടൈറ്റായി തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് അങ്ങേരാണ്ട് വിട്ട് കളഞ്ഞു നൈസായിട്ട് ആ ഭാഗം. ഇതാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ സാധനം കൃത്യമായി ആ തുണി വെച്ച് കെട്ടിയതാ തന്നെ പറയുന്നുണ്ട്. ഇനി ബാക്കി കാണാം. ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. ഈ സത്യസന്ധത മാത്രം ബാക്കില് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്, ദിവസം കുളിക്കുന്ന ആളാണ്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ നമുക്കത് ചെയ്യാൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷേ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. ആഴത്തിന്റെതല്ല, മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരിക്കലും പറയരുത്. ചോദിക്കണേ, ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന് ഉൾപ്പെടെ ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. വിറവ് കീറി ഓരോ
ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ അമ്മയും മക്കളും പറയുന്നത് ഒരു എന്താ പറയാ, ഒരു തരി മണ്ണ് പോലും മേത്ത് വീഴാൻ സമ്മതിച്ചിട്ടില്ല. നിലത്ത് വെച്ചാൽ മറ്റേ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഗോപൻ സ്വാമി അവർ നോക്കിയത്. ഓക്കെ, കാറ്റ് പോലും മേത്ത് തട്ടാൻ അവർ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അയാൾ ഭയങ്കര ആരോഗ്യവാനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് ഇവരുടെ വേർഷൻ. ഇവരിപ്പോൾ ഈ പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ ഗോപൻ സ്വാമിയുടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ കാണിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് അതിൽ വളരെ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് ഇയാൾക്ക് കുറേ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. കാറ്റടിച്ചാൽ ചിലപ്പോൾ തീരുന്ന രീതിയിലാണ് ഇയാളുടെ ബോഡി കടന്നിരുന്നതെന്നാണ് പറയുന്നത്. സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പക്ഷേ ഈ 75% ഹൃദയധമനികളിലെ 75% ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള, അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷെ മരണകാരണമായ ആകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ, മുഖത്തും തലയിലും 4 ചതവുകളുണ്ട്. പക്ഷേ ഈ 4 ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. അത് ഈ 4 ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്വാഭാവിക മരണത്തിന്റെ തെളിവുകളും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് തെളിയിക്കണമെങ്കിൽ ഇനി ഇപ്പോൾ രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. മക്കൾ സമാധിയായെന്ന് അവകാശപ്പെട്ട നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല. ശരീരത്തിൽ 4 ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത്. ഇടതുനെറ്റിയിൽ വലിയ ചതവുണ്ട്. മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു 3 ചതവുകളുമുണ്ട്. എന്നാൽ ഈ ചതവുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലിവർ സിറോസിസും വൃക്കകളിൽ വെള്ളക്കെട്ടും ഉൾപ്പെടെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഹൃദയധമനികളിൽ 75%-ലധികം ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ രോഗബാധയും ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകൂവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇത്രയൊക്കെ അസുഖമുള്ള ഒരു മനുഷ്യൻ, ഓക്കെ, ഈ മനുഷ്യനാണ് വളരെ ആരോഗ്യവാനായിരുന്നു, ഒരു കുഴപ്പമില്ല, വളരെ ശക്തിമാനായിട്ടാണ് ഗോപൻ സ്വാമി ഉണ്ടായിരുന്നതെന്നുള്ളത് ഇപ്പോൾ മക്കളും ബാക്കി ടീംസും വന്നിരുന്ന് പറയുന്നത്. ഇവിടെ എന്തുവാണ് ഇത്? ഇവരെ തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോഡ് കണക്കിന് മരുന്ന് കഴിക്കുന്ന മനുഷ്യനാണ് ഇങ്ങേരുന്നത്. ഒരു ചായ കുടിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സമയമാകുമ്പോൾ മോൻ അച്ഛനെ ഒന്ന് വിളിക്കും. അപ്പം നടന്ന് ഇവിടുന്ന് പോയാൽ ആ പടി ഇറങ്ങുമ്പം അല്പം കാല് തെറ്റ, കണ്ണിന് കാഴ്ച കുറവാണ്, ലെൻസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ്, തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ അച്ഛാ കൈതാ കൊണ്ടു. പിന്നെ പയ്യെ നടക്കും. പിന്നെ സോപാന പടിയുണ്ട്, അതിനകത്ത് കയറി പയ്യെ കുത്തനെ ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം, പടി തെറ്റാതിരിക്കാൻ. അങ്ങനെ കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു. എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ എന്നറിഞ്ഞൂടാ, ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാല. അങ്ങനെ സരസ്വതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2-3 കൊല്ലമാവും അത് ചികിത്സയ്ക്ക് പോയായിരുന്നു. അപ്പം അവിടുത്തെ തുണ്ടും ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം ഇവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടും പ്രായം ചെന്നില്ലേ. അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്ത് ട്യൂബെല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ്. അപ്പം അങ്ങേക്ക് സ്ഥിരമായിട്ട് മരണം വരെ, ആ പേപ്പർ ഇവിടെ ഉണ്ട് റെക്കോർഡ്, മരണം വരെ കഴിക്കത്തക്ക ഗുളിക ഈ സ്വാമിക്ക് ഇവരെ പ്രവൃത്തിയൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഡോക്ടർ എഴുതിയതാണ്. ആ തുണ്ട് കൂടെ കൊണ്ട് മോൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പം കഴിച്ചതിൻ്റെ ബാക്കി അതായിരിക്കണം. അപ്പം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുടക്കിയിട്ടില്ല. കാരണം ആ പൈസ ഒത്തിരി ആവും, എന്നാലും അച്ഛൻ നേരെ നടക്കട്ടെ, മക്കളെ രണ്ടുപേരും ഉദ്ദേശം. എങ്ങനെ ഇരിക്കുന്നു ഇതെന്നെ മകനും പറഞ്ഞിട്ടുണ്ട്, മകനും സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇൻസുലിൻ അടിച്ചും പ്രഷറും ഷുഗറും ഉള്ള ഒരു മനുഷ്യനാണെന്നും നടക്കാൻ വയ്യാത്ത ഒരാളാണെന്നുള്ളതും കണ്ണിന് കാഴ്ച കമ്മിയുള്ളതും ഒക്കെ അന്ന് അച്ഛൻ രോഗിയാണ് ഇവർക്ക്.
പിന്നെന്തോ മറ്റേ ചവനപ്രാവശ്യം ഉണ്ടാക്കിയത് മുനിമാർ, അങ്ങനെയൊക്കെയായിരുന്നു ഡയലോഗ്. മുനിമാർക്ക് അസുഖം വന്നാൽ ചവനപ്രാവശ്യം കഴിച്ചില്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലോഡ് കണക്കിന് മരുന്ന് മേടിച്ചു കൊടുത്തത്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ അന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം പറയുന്നു ആരോഗ്യമുള്ളതായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ചൊന്നും വരാത്തത് കൊണ്ട് ഇവർക്ക് ആളുകളുടെ മുന്നിൽ ഇത്രയും കാലം നമ്മളെ പറഞ്ഞല്ലോടെ നിങ്ങൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ വീണ്ടും അത് ഇവർ വന്നിരുന്ന് കോമാളിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നാട്ടുകാർ എടുക്കും. ഓക്കെ, നമുക്കങ്ങനെ മനസ്സിലാവും. ഇപ്പം രാസപരിശോധനയും പരിപാടികളൊക്കെ വരാനുണ്ടല്ലോ, അതൊക്കെ വരട്ടെ. ഇതിനിടയിൽ ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ അപ്പൻ സുഭദ്ര അവർ തീരുമാനിക്കും 6-ാം തമ്പുരാനിലെ സിസ്റ്റം. അപ്പം തമ്പുരാൻ്റെ ട്രസ്റ്റ് പോലെ തന്നെ ഗോപൻ സ്വാമി ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും വിൽക്കാനും പറ്റില്ല, ലോൺ എടുക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ മറ്റേ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം? വീണ്ടും ഇവർ വന്നത് പോസ്റ്റ്മോർട്ടം പൊക്കി പിടിച്ചിട്ട് റിപ്പോർട്ടും പൊക്കി പിടിച്ച് വന്നത് ഇത് സമാധിയാന്ന് പറയാനാണ്. മരണം എന്നല്ല, സമാധിക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഗവൺമെൻറ്. സമാധിയാണല്ലോ. സമാധി എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിലേക്ക് അലിയാണ്, അയാൾ മരണമില്ലാത്തൊരവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മരിക്കാത്ത ഒരാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ചോദിച്ച് എല്ലാം പാടില്ലല്ലോ. ഇവർ അതിനിടെ ചോദിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്താണെങ്കിലും എനിക്ക് ഇന്നലെ ഞാൻ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്താണ് എനിക്കൊരു ഡൗട്ട് എഗെയിൻ അങ്ങേര് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വ്യക്തി ഈ പറഞ്ഞ കാണാനില്ല, ഇയാളെ സമാധിയാക്കി, ഇയാൾ മരിച്ചു എന്നുള്ളതൊക്കെ അറിഞ്ഞ് പോലീസും ന്യൂസുകാരും അവിടെ എത്തുന്ന സമയത്ത് തലേ ദിവസം രാവിലെയാണ് ഇയാളെ സമാധിയാവുന്നത്. ഒരു ദിവസം മൊത്തം അങ്ങേര് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് പൂജയും സാധനവും സെറ്റപ്പൊക്കെ ആയിട്ട് പോയി. പിന്നെ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് സമാധി പൊളിക്കുന്നത്. ഈ ഇൻ കേസ് ഞാൻ പറയുന്നത് അതിങ്ങനെ സംഗതി ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ 24 മണിക്കൂർ ആയിട്ടില്ല, എന്താണെങ്കിലും ന്യൂസുകാരും പോലീസൊക്കെ അറിഞ്ഞിട്ട്, എന്താണെങ്കിലും 10-12 മണിക്കൂർ കൊണ്ട് വരെ അറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വഴിയിൽ ഇയാൾ ജീവനോടുകൂടി ആകത്തുണ്ടോ എന്നുള്ളത് നോക്കാൻ അന്നേ വിളിച്ചു നോക്കായിരുന്നില്ല എന്നുള്ളൊരു സംശയം എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് എന്തിനാണ് അത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നത്? ഇയാളെ മരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുത്തിയതാണോ എന്നുള്ളതാണ്. അതൊക്കെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നില്ല. എന്നൊക്കെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും അന്നാരും തൊട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ സംഗതിയൊക്കെ പൊളിച്ചു നോക്കുന്നത്. എന്താണെങ്കിലും ഗോപൻ സ്വാമി വീണ്ടും വിവാദമായി കയറാൻ തന്നെയാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, ഭക്തി ബിസിനസ് സംഗതികൾ അതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ഇപ്പോൾ ഇവരെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് ബാക്കപ്പ് കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും, സംഘടനകളുണ്ടാവും. മതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിയിക്കാനും മതം പറഞ്ഞ് എന്താ പറയുക ക്ഷേത്രത്തിലേക്ക് ആളെ കയറ്റി കൊണ്ടുവരാനും ഒക്കെ ആളുകൾ കാണും. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ബിസിനസ് മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. എന്നാണെങ്കിൽ ഗോപൻ സ്വാമി പോയി. ഓക്കെ, ഇനിയിപ്പോൾ അയാളെ സ്വാമിയാക്കണോ ദൈവമാക്കണോ, ഒരാൾ സമാധി എന്ന് പറഞ്ഞ ആസ്പെക്റ്റിന് സൊസൈറ്റി ഏത് രീതി, ഇതിപ്പോൾ ഈ ഒരു സമാധി മാത്രമല്ലടി, കുറേ സമാധി പോലത്തെ കുറേ സംഗതികളുണ്ട്. ഓക്കെ, ഈ സമാധി തന്നെ കുറേ ഉണ്ട്. ആ രസം സമാധി തന്നെ ഒരുപാടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടെ. ഞാനിങ്ങനെ പോലീസുകാരോട് കുറച്ച് പേരോട് സംസാരിച്ച് പറയണം, സിമിലർ കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ സമാധി ഇയാളുടെ ഒരു സമാധി മാത്രമല്ല, സമാധിയെക്കുറിച്ച് ഒന്ന് ഇവിടുത്തെ ന്യൂസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാരോ അന്വേഷിച്ചറിയാം. പല സ്ഥലങ്ങളിലും പല ആളുകളും ഈ അടുത്തും ഇതേപോലെ സമാധിയായി ഒക്കെ നടന്ന സംഭവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കൊള്ളാം. ഗോപൻ സ്വാമിയുടെ ബോക്സിങ് അൺബോക്സിങ് ബോക്സ്ഡ് വിവാദം തീരുന്നില്ല, ലൂപ്പ് പോലെ കണ്ടിന്യൂ ചെയ്യണം.